നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു വീടപ്പുറത്താണ് അമ്മാമൻ്റെ ഭാര്യ, അതായത് അമ്മായി, രാജേട്ടൻ്റെ അമ്മാമൻ്റെ ഭാര്യ അമ്മായിയാണ്. അമ്മായിയുടെ പിറന്നാളാണ്. പിറന്നാളെന്ന് വെച്ചാൽ 84ാമത്തെ ജന്മദിനം. അതായത് നമ്മൾ പറയില്ലേ 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണുന്ന ദിവസം എന്ന് പറയാം. എന്ന് വെച്ചാൽ 84ാം പിറന്നാൾ ചെറുതായിട്ടൊരു ആഘോഷമുണ്ട്. പറഞ്ഞു ചെറിയ ആഘോഷമാണെന്ന് പറഞ്ഞു, ചെറുതൊന്നുമല്ല, നല്ല ആഘോഷമായിരുന്നു കേട്ടോ. നല്ല ആഘോഷം എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ആൾക്കാർ ഒരുമിച്ച് ചേരുന്നതാണല്ലോ നല്ല ആഘോഷം. എല്ലാവരെയും വിളിച്ച് ഒരുപാട് ആൾക്കാരെ ഭക്ഷണം കൊടുക്കണേക്കാളൊക്കെ ഇതായിട്ട് എനിക്ക് തോന്നുന്നത് ഇഷ്ടമുള്ള ആൾക്കാർ, സ്വന്തക്കാരായിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുക, വർത്തമാനം പറയുക, സന്തോഷിക്കുക. അതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഇന്ന് ഞങ്ങളുടെ അച്ചുമാമൻ്റെ അമ്മായിയാണ്, അമ്മിണി അമ്മായി എന്ന് പറയും. കോമളവല്ലി എന്നാണ് പേരിട്ടോ. ശരിക്കും കോമളവല്ലി. ചിയാരത്താണ് ജനിച്ചതും വളർന്നതൊക്കെ. കല്യാണം കഴിച്ചു കൊണ്ടത് ഇവിടേക്കാണ്. അങ്ങനെ ഈ പരന്തരപ്പള്ളിക്കാരത്തിയായി അച്ചുമാൻ്റെ അമ്മായി എന്ന് പറയും ഞങ്ങൾ. അപ്പോൾ അമ്മായിയുടെ പിറന്നാളാണ്, 84ാം പിറന്നാൾ. അപ്പോൾ മക്കളും മരുമക്കളും പേരക്കുട്ടികളും സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്ന് പറയില്ലേ, എല്ലാവരും കൂടി. അങ്ങനെ ഞങ്ങളും കൂടി. അമ്മാമൻ്റെ മരുമക്കളാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അവരുടെ അമ്മായിയുടെ വീട്ടുകാരും കുറച്ച് പേര്, ഞങ്ങളും കുറച്ച് പേരൊക്കെ അകലെയുള്ളവരാണ്. അവർക്കൊന്നും കൂടാൻ സാധിച്ചില്ല. അകലെയുള്ളവർക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല, അതുകൊണ്ട് ചെറിയത് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ബർത്ത്ഡേക്ക് പോയി. ഞങ്ങളൊരു 10 മണിയായപ്പോൾ പോയി കേട്ടോ. 11:30 ഇപ്പോഴ് കേക്ക് മുറിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ അങ്ങനെയല്ലേ, ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാന്നൊരു ചടങ്ങ് നമുക്ക് തുടങ്ങിയിട്ടുണ്ടല്ലേ. അങ്ങനെ പണ്ടുണ്ടായിരുന്നില്ല കേട്ടോ. പണ്ട് എല്ലാവരും ഒത്തുകൂടും, അമ്പലത്തിൽ പോവും, വഴിപാട് ചെയ്യും, വരും, 4 വെച്ച് സദ്യ ഉണ്ടാക്കും, ഗണപതിക്ക് വിളമ്പും, പിറന്നാൾക്കാരിക്ക് വിളമ്പും, എല്ലാവരും കൂടി പങ്കുവെച്ച് കഴിക്കും. അങ്ങനെയാണ് അല്ലേ. ഇപ്പോൾ അത് ഇത്തിരി കൂടി ഒരു കേക്ക് മുറിക്കലും കൂടി ആയിരുന്നു മാത്രം. അപ്പോൾ നമുക്ക് പോകാം കേട്ടോ. വരൂ, എൻ്റെ കൂടെ നിങ്ങളും വരൂ. അമ്മായിയുടെ പിറന്നാൾ കൂടാനായിട്ട് അമ്മായിയെ കാണാം, അമ്മായിയുടെ മക്കളെയും മരുമക്കളെ എല്ലാവരും കാണാം കേട്ടോ. ബന്ധുക്കളൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം അവർ. ഞാൻ ചിലപ്പോൾ ഇന്നാളൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു എന്നോട് ഇങ്ങനെ, അയ്യോ അവർ ഞങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് പോവാം. ഓക്കേ, വരൂ വരൂ വരൂ. അപ്പോൾ ഞങ്ങൾ അമ്മായിയുടെ വീട്ടിലെത്തി. ഈ നടുവിൽ നിൽക്കുന്ന ആളാണ് കേട്ടോ അമ്മായി. പിന്നെ വാസന്തി നിമിയാണ് കേട്ടോ. ഇത് അമ്മായിയുടെ അനിയൻ്റെ ഭാര്യ കുമാരിയാണ്. ഓരോരുത്തരായിട്ട് വരുന്നു. അമ്മയുടെ പിറന്നാളല്ലേ. ഹാപ്പി ബർത്ത്ഡേ. ചിന്തു ഇതൊന്ന് ഓണാണ്, ഫോട്ടോ എടുക്കണം. അമ്മയുടെ അനിയനാണ് ബാബു. ഹാപ്പി ബർത്ത്ഡേ. ഇവരൊക്കെ അതാ കുട്ടികളൊക്കെ ആരൊക്കെ പറയൂ? മോൻ്റെ കുട്ടികള്. അതെയാ? രണ്ട് കുട്ടികൾ. മറ്റേ കുട്ടി ചിന്തുവിൻ്റെ. ഇത് മറ്റേ ഇത് ഇന്ദിരയുടെ മോൻ്റെ കുട്ടി അല്ലേ, രമേശിൻ്റെ. ഓക്കെ. വന്നു ബിനിക്കുട്ടി. ഇവിടെ താഴെ ഇരിക്കണത് ലതയാണ് കേട്ടോ, അമ്മായിയുടെ മരുമകൾ, മൂത്ത മകൻ്റെ ഭാര്യയാണ് ലത. താഴെ ഇരിക്കണതാണ്. കേക്ക് വന്നു. ഹാപ്പി ബർത്ത്ഡേ അച്ചമ്മ. മൂത്ത മകൻ അനിൽകുമാറാണ്. കേക്ക് മുറിക്കണേക്കാളും മുമ്പായിട്ട് വിളക്കൊക്കെ കൊടുത്താന്ന് വെച്ചു.
കിഴക്കോട്ട് തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ വെക്കാനല്ലേ? വിളക്ക് കൊളുത്തി കേക്ക് മുറിക്കാമെന്ന് വെച്ചു. വിളക്ക് കൊളുത്തിയിട്ട് അപ്പോൾ മൂത്ത മകനായ അനിലനും ഭാര്യ ലതയാണ് വിളക്ക് കൊളുത്താൻ പോണ ആൾക്കാർ കേട്ടോ. ആ നിൽക്കണം ഇവിടെ. എല്ലാവരും സ്വന്തക്കാരും ബന്ധുക്കാരും തന്നെയാണ് കേട്ടോ. താത്തി വെച്ചാൽ മതി, എണ്ണ വീഴില്ല. അപ്പോൾ എല്ലാവരും കേക്ക് മുറിക്കാനൊക്കെ പോണ അതിൻ്റെ വീഡിയോ കോളാണ് കേട്ടോ. അതായത് അകലെയുള്ള വരാത്ത ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ദൃശ്യം പകർത്തുകയാണ് കേട്ടോ എല്ലാവരും. കേക്ക് മുറിക്കാറായി. മൂത്ത മകൻ അനിൽകുമാർ, രണ്ടാമത്തെ മകൻ ജഗദീഷ് കുമാർ, മൂന്നാമത്തെ മകൻ സുനിൽ കുമാർ, എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടിയിട്ട് മുറിക്കുകയാണ്. ഈ കുഞ്ഞു കുട്ടികളാണ് കേട്ടോ അമ്മൂമ്മയുടെ അടുത്ത് മുറിക്കാനായിട്ട് സഹായിക്കണത്. Happy birthday to you. Happy birthday to you. Happy birthday to you. May God bless you. ഓരോരുത്തരായിട്ട് കൊടുക്കട്ടെ, അവർക്ക് കൊടുക്കട്ടെ. അച്ഛൻ കൊടുത്താ? ഇത് അമ്മായിയുടെ അനിയൻ ഗിരിയേട്ടനാണ് കേട്ടോ. നേരത്തെ ബാബുവിനെ കണ്ടു, ഇത് ഗിരിയേട്ടൻ. രണ്ടും അമ്മായിയുടെ ബ്രദേഴ്സാണ്. ഇതാ ജയൻ അമ്മായിയുടെ രണ്ടാമത്തെ മോനാണ് കേട്ടോ. ഇത് തൊട്ട് പിന്നിൽ സനി മൂന്നാമത്തെ മകനാണ്. ഇത് അനിയത്തിയാണ് കേട്ടോ, അമ്മായിയുടെ അനിയത്തി ഇന്ദിര. അതും കൊടുത്തു. അങ്ങനെ എല്ലാവരും കൊടുക്കുന്നുണ്ട്. അങ്ങോട്ട് കൊടുക്കലും ഇങ്ങോട്ട് കൊടുക്കലും. അങ്ങനെ കേക്ക് പങ്ക് വെച്ച് തിന്നാന്ന് പറയില്ലേ, ഇങ്ങനെ എല്ലാവർക്കും അങ്ങോട്ട് വായ കൊടുക്കണോ ഇങ്ങോട്ട് വായ കൊടുക്കണമെന്ന് പറയില്ലേ, അതൊരു ഭാഗ്യല്ലേ. എല്ലാവർക്കും പങ്കുവെച്ച് ഓരോരുത്തരും വിളിച്ചിട്ടേ ഇങ്ങനെ വിളിച്ച് ഒരാളെ പോലും വിടാണ്ട് വിളിച്ചു. എന്നെ ഇപ്പോൾ വിളിക്കും കേട്ടോ. കുമാരിക്ക് കൊടുത്തു. എന്നെ വിളിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല കേട്ടോ. എന്താ കാരണം എന്നറിയോ, ഞാനല്ലേ വീഡിയോ പിടിക്കുന്നത്. എൻ്റെ അതൊക്കെ കൊടുത്തു. ദാബിനിക്ക് കൊടുത്തു. അങ്ങനെ എനിക്കും കിട്ടി കേട്ടോ. ഞാനും കൊടുത്തു അമ്മായിക്ക്. ഞാനല്ലേ വീഡിയോ പിടിക്കണേ, അപ്പം എന്നെ കിട്ടില്ലല്ലോ. വസന്തിക്ക് കൊടുത്തു.
അങ്ങനെ പോയല്ലോ. വീഡിയോ കോൾ ചെയ്യുന്നു. പീസ് പീസ് ആക്കി വെക്കാം. അപ്പൊ ആൾക്കാർക്ക് ഇനി കുറച്ച് ഫോട്ടോസ് കേട്ടോ എല്ലാവരും കൂടിയിട്ട്. ഇനി ഊണ് കഴിക്കാം. ആദ്യം ഗണപതിക്ക് വിളമ്പി, പിന്നെ അമ്മായിക്കും. ഗണപതിയുടെ ഇലയിൽ വിളമ്പിയിട്ട് വിളക്ക് വളർത്തി വെച്ചിട്ട് ഗണപതിക്ക് ഇല വെച്ചു, പിന്നെ അമ്മായിക്കും വെച്ചു. ഗണപതിക്ക് വിളമ്പി അമ്മായിക്കും കൊടുത്തു. അതിനുശേഷം ബാക്കി എല്ലാവരും കഴിക്കും. കണ്ടില്ലേ? ഗണപതി ഭഗവാനേ നമാമി, ഗണപതി ഭഗവാനേ. ഇനി എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് പന്തലിൽ കസേര മേശയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇലയിലെല്ലാം വിളമ്പിയിട്ടുണ്ട്. കണ്ടില്ലേ? എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം എല്ലാവരും ഇരുന്നു. അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യ ഒരുമിച്ച് കഴിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ പറയാനുള്ളത് എനിക്ക് എന്താ വെച്ചാൽ, ഇത്രയും നല്ല സദ്യയൊക്കെ ഞങ്ങൾക്ക് തന്നു. അമ്മയുടെ പിറന്നാളിന് എല്ലാ ബന്ധുക്കളെയും വിളിച്ച് ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിച്ചു. അപ്പോൾ അമ്മായിക്ക് 84ാം പിറന്നാളിൻ്റെ എല്ലാ ഭാവുകങ്ങളും നേരാണ്. ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഒരുപാട് കാലം ഇനിയും ഇരിക്കാനും, മക്കളോടൊപ്പം കഴിയാനും, ബന്ധുക്കളോടൊപ്പം കഴിയാനും, അതുപോലെ തന്നെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനും ഒക്കെ സാധിക്കട്ടെ. അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു അവസരം ഒരുക്കിയ മക്കൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു കേട്ടോ. ഓക്കേ.